ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് എഗെയിൻ നമ്മൾ നമ്മുടെ സ്വന്തം ഐശിൻ്റെ കൂടെ കോർപ്പക്കാലിലേക്ക് പോകും. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ പാതി വഴി വരെ ഈ മനുഷ്യൻ, ഇതാണ് നമ്മുടെ സ്വന്തം ഷിഹാബ്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു കഫ്തീരിയ നടത്തുന്ന യുഎഇയിലെ ഒരു പ്രമുഖ എന്താ പറയുക കച്ചവടക്കാരനാണ്. സോ അദ്ദേഹം നമ്മളുണ്ട്, കണ്ണൂരാണ് സ്വന്തം നാട്. എന്താ ഷിഹാബ്? ഒരു ഹായ് പറഞ്ഞ. അടിപൊളി. സോ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് മനസ്സിലാക്കി. സോ ഇത് നമ്മുടെ കോർഫക്കാൻ കോർണിഷ്. ഇത് നല്ല വൈബിളുള്ളൊരു സ്ഥലമാണ് കോർഫക്കാൻ. നമ്മൾ വന്ന റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർണിഷാണ് ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർഫക്കാൻ ഏരിയയുടെ ഒരു ഔട്ടർ എത്തി. നമ്മൾ കൂടുതൽ സമയം വർക്കിലായതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോർഫക്കാനിലെ പോർട്ട്. കണ്ടോ, അവിടെ കുറേ കപ്പലൊക്കെ കിടക്കുന്ന കാണാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ നാഷണൽ ഡേ ആയിരുന്നു. ഡേയുടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമൽ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. ഇവിടെ ഈ ഏരിയയിൽ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഫുജൈറ എമിറേറ്റ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് നമ്മളെന്ത് ചെയ്യും, കോർഫക്കാൻ, തിബ്ബ, കൽബ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ദുബായ് പോലെയല്ല, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണല്ലേ. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ശാന്തമായിട്ട് അധികം ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. മിക്കവാറും അല്ലേ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ദുബായിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങോട്ടാണ് വരാറ്. പിന്നെ മാത്രമല്ല ഇപ്പം ഏകദേശം ക്ലൈമറ്റൊക്കെ ഒരു അല്ലേ നമ്മുടെ വിൻ്ററും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ഈവനിങ് ഒക്കെ നല്ല വൈബായിരിക്കും, നല്ല തണുപ്പും. പിന്നെ എനിക്ക് പൊതുവെ തണുപ്പ് ഇഷ്ടമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്.